നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 5, 17 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. നിയമത്തിൻ്റെ പൂർത്തീകരണം. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായവ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ മാസം 10-ാം തീയതി ചൊവ്വാഴ്ച ഈ രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുകയാണ്, ആരാണ് വലിയവനാകാൻ പോകുന്നത്? ആരാണ് ചെറിയവനാകാൻ പോകുന്നത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആരാകാനാണ്? വലിയവർ ആകാനാണ്. ഹല്ലേലൂയ. നമ്മൾ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, അല്ലേ, മലയാളത്തിൽ തന്നെ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആളാകാനാണ്. ഹല്ലേലൂയ. എന്താകാനാണ്? ഹല്ലേലൂയ. എങ്ങനെയാണ് നമ്മൾ ആളാകണം? നമ്മൾ ആളാകണം എന്നത് ആരുടെ ആഗ്രഹമാണ്? ആരുടെ ആഗ്രഹം? മേരി ചേച്ചി കൃത്യമായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ആളാകണമെന്നത് ആരുടെ ആഗ്രഹമാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? യെസ്, ഈശോ നമ്മൾ വലുതാകാനുള്ള വഴി നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ വലുതാകേണ്ടത്? നമ്മൾ വലുതാകേണ്ടത് വചനം പാലിച്ചുകൊണ്ടാണ്. രണ്ട് കാര്യങ്ങളാണ് വലുതാകാൻ കർത്താവ് നമുക്ക് തരുന്നത്. എന്താണത്? ഒന്ന്, വചനം പാലിക്കുക. 2, വചനം പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക, സഹായിക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിൽ വലിയവരായി തീരും. നമ്മൾ തന്നെ വചനം പാലിക്കുന്നവരായി തീർന്നാൽ അത് 50%, മറ്റുള്ളവരെ വചനം പാലിക്കുന്നവരാകാൻ നമ്മൾ സഹായിക്കുമ്പോൾ അടുത്ത 50%. അപ്പോൾ മൊത്തം എത്ര ശതമാനമാണ്? 100%. ഹല്ലേലൂയ. ഞാൻ വചനമൊക്കെ പാലിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യം നോക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യം നോക്കി നടത്തുന്നുണ്ട് എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ 50%-ത്തിലെത്തുന്നുള്ളൂ. മറ്റുള്ളവർ കൂടെ വചനം പാലിക്കാൻ വേണ്ടി അവരെ സഹായിക്കുമ്പോഴാണ്
ഈശോ പറയുന്നത് നിങ്ങൾ സ്വർഗരാജ്യത്തിൽ വലിയവരാകുമെന്ന്. സ്വർഗരാജ്യത്തിൽ വിലയില്ലാത്തവരായി തീരാൻ ഒരു വഴിയുണ്ട്. എന്താണ് ആ വഴി? ഒന്ന്, നമ്മൾ വചനം പാലിക്കാതിരിക്കുക. എന്താണ് വചനം പറയുന്നത്? നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വചനം. നീ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന വചനം. ഈ വചനം പാലിക്കാതിരുന്നാൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ ആരായിത്തീരും? വിലയില്ലാത്തവരായി തീരും. ഹല്ലേലൂയ. 50% നമ്മുടെ വില പോകും. ഹല്ലേലൂയ. പിന്നെ നമ്മൾ തന്നെ പാലിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? മറ്റുള്ളവർ കൂടെ വചനം പാലിക്കുന്നതിന് തടസ്സമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വചനം പാലിക്കുകയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ടത് ചെയ്യിക്കുകയില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ സ്വർഗരാജ്യത്തിൽ എന്തായിട്ട് മാറും? വില കുറഞ്ഞവരായി മാറും. നമ്മൾ ഒരു നല്ല കാര്യം ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ ത്യാഗമെടുക്കുകയില്ല, സമയം കൊടുക്കുകയില്ല. അങ്ങനെ കൊടുക്കുന്നവരെ നമ്മൾ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് അവരുടെ ഉള്ളിലുള്ള നന്മയെ, അവരുടെ ഉള്ളിലുള്ള തീനാളത്തെ നമ്മളായിട്ട് കെടുത്തിക്കളയും. നമ്മളിട്ട് തിരി കത്തിക്കുകയുമില്ല. മറ്റുള്ളവർ തിരി കത്തിക്കാൻ നോക്കുന്നത് നമ്മൾ കെടുത്തിക്കളയുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ തിരിയില്ല. അങ്ങനെ ഉണ്ടല്ലോ ചില പിള്ളേര്, നമ്മുടെ കയ്യിൽ തിരി കെട്ടുപോയി, ആഹാ അങ്ങനെ ആയാ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അടുത്തിരിക്കുന്നവൻ്റെ കയ്യിലെ തിരിയും കൂടെ ഊതി കെടുത്തിക്കളയുന്ന കുഞ്ഞു മക്കളുണ്ട്. വേറൊന്നും വിചാരിച്ചിട്ടല്ല, വേറൊന്നും ചിന്തിച്ചിട്ടൊന്നുമല്ല, അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് ദൈവരാജ്യ ശുശ്രൂഷകൾ നടത്തുന്നതിൽ ഞാനൊരു 100% എന്നെ തന്നെ കൊടുക്കുന്നുണ്ടോ? അതാണ് ദൈവത്തിൻ്റെ ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മൾ 100% നമ്മെ തന്നെ കർത്താവിന് കൊടുക്കുക എന്നതാണ്. ഞാൻ എന്നെ തന്നെ കർത്താവിന് കൊടുക്കുന്നുണ്ടോ? ഒന്ന്, അങ്ങനെ കൊടുക്കുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടോ? പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? കർത്താവ് ചോദിക്കാണ്, നീ വചനം പാലിക്കുകയും മറ്റുള്ളവർ വചനം പാലിക്കാൻ നീ സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ വലിയവനാകും. ആരും നിന്നെ വലിയവനെന്ന് വിളിക്കേണ്ട കാര്യമില്ല. അയ്യോ ആ കൊച്ചു ചെയ്യുന്നത് ഭയങ്കര കാര്യമാണെന്ന് പറഞ്ഞ് ആരും നിന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. നീ ദൈവത്തിൻ്റെ കണ്ണിൽ ഓൾറെഡി വലിയവനാണ്. നിനക്കൊരു അവാർഡ് കിട്ടിയിട്ട് വേണ്ട നീ ഒരു മഹാനാണെന്ന് ലോകം കാണാൻ. നിനക്ക് അവാർഡ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നീ ദൈവത്തിൻ്റെ നിയമം പാലിക്കുന്നുണ്ടെങ്കിൽ, അത് പാലിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഓൾറെഡി ദൈവരാജ്യത്തിൽ ഗ്രേറ്റ് ആണ്. ഹല്ലേലൂയ. ഇനി നീ അത് പാലിക്കുന്നില്ല, നീ ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആരാധന കൊടുക്കുന്നില്ല, അവിടുത്തെ സ്തുതിക്കുന്നില്ല, ആരാധിക്കുന്നില്ല. അതുപോലെ അങ്ങനെ ചെയ്യുന്നവർക്ക് നീ ഒരു തടസ്സം, നീ ഒരു പ്രയാസമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ ദൈവരാജ്യത്തിൽ നീ ചെറുതാണ്. മറ്റുള്ളവർ വന്ന് നീ ചെറുതാണെന്ന് പറയേണ്ട കാര്യമില്ല. അന്ത്യവിധിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നീ ആരാണ്? ചെറുതായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഓരോ കൽപ്പനയും ലംഘിക്കുമ്പോൾ നമ്മൾ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ കൽപ്പനയും പാലിക്കുമ്പോൾ നമ്മൾ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദ്യം, നീ ചെറുതായിക്കൊണ്ടിരിക്കുകയാണോ? ദൈവരാജ്യത്തിൽ നീ വലിയവനായിക്കൊണ്ടിരിക്കുകയാണോ? ചെറിയവനായി വിലയില്ലാത്തവനായിക്കൊണ്ടിരിക്കുകയാണോ?
ഇത് എല്ലാം കൂടി ഒറ്റ ദിവസം സംഭവിക്കുന്ന കാര്യമല്ല. നമ്മൾ ചില നല്ല കാര്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മളിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു നിയമം നമ്മൾ ലംഘിച്ചു. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ചെറുതായി. നമ്മൾ അച്ഛൻ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. നമ്മളിങ്ങനെ പണിയെടുത്ത് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബാങ്കിൽ നിന്നൊരു ലോൺ എടുത്തത്. അപ്പോൾ കുറച്ച് കാശ് എങ്ങോട്ട് പോയി? ലോൺ അടക്കാൻ വേണ്ടി പോയി. നമ്മൾ നേടിയതിൽ നിന്ന് കുറേ നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ വളർന്നപ്പോൾ തന്നെ നമ്മൾ ചെറുതായി. അപ്പോൾ ഇത് ഒരു പ്രോസസ്സാണ്. നമ്മൾ വളരുന്നുണ്ട്, നമ്മൾ ചെറുതാകുന്നുണ്ട്. ഒടുവിൽ നമ്മൾ എന്തായിട്ട് തീരും? ചില ആളുകൾക്ക് അവരുടെ വരവിനേക്കാൾ കൂടുതലാണ് അവരുടെ ചെലവ്. എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന നന്മകളേക്കാൾ കൂടുതലാണ് അവർ ചെയ്യുന്ന തിന്മകൾ. കിട്ടുന്ന കാശ് പലിശ കൊടുക്കാനില്ല. ചെയ്ത നന്മകളുടെ പുണ്യം കൊണ്ട് ചെയ്ത പാപങ്ങളുടെ പലിശ വീട്ടാൻ പോലും തികയുന്നില്ല. കിട്ടുന്നുണ്ടോ അച്ഛൻ പറയുന്നത്? ഹല്ലേലൂയ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പാപങ്ങളുടെ എണ്ണം കുറക്കുക, നന്മകളുടെ എണ്ണം കൂട്ടുക. അങ്ങനെ ദൈവരാജ്യത്തിൽ അനുദിനം വളരുന്നവരായി മാറുക. ഈശോ അതാഗ്രഹിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ ഈ ആഗ്രഹം, നമ്മൾ വചനം പാലിക്കുന്നവരും പാലിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നവരുമാകണം എന്ന ഈശോയുടെ ആഗ്രഹം. നമ്മൾ ക്ഷമിക്കുന്നവരും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നവരുമാകണം. സ്നേഹിക്കുന്നവരും സ്നേഹിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നവരുമാകണം എന്ന ഈശോയുടെ ആഗ്രഹത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. നിയമം പാലിക്കുമ്പോഴാണ്, കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിൽ വിശുദ്ധരെ പോലെ വലിയവരായി പരിഗണിക്കപ്പെടുന്നത്. നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ, കുറവുകൾ, ഞാനെല്ലാം തികഞ്ഞിരിക്കുന്നു എന്ന ചിന്തകൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈ വചനം കേൾക്കാനും അവിടുത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും നമുക്ക് കർത്താവ് കൃപ തരുന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഭൗതികവും ആത്മീകവുമായ വരങ്ങളെ ഓർത്ത് നന്ദി പറയാം. കുടുംബത്തെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, മക്കളെ ഓർത്ത്, സുഹൃത്തുക്കളെ ഓർത്ത്, സഹപാഠികളെ ഓർത്ത്, അധ്യാപകരെ ഓർത്ത്, വിവിധങ്ങളായ തലങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്തു തരുന്നവരെല്ലാവരെയും ഓർത്ത് നമുക്ക് കർത്താവിന് കരമടിച്ച് നന്ദി പറയാം. തിരുസഭയെ ഓർത്ത്, വൈദികരെ ഓർത്ത്, പരിശുദ്ധ പിതാവിനെയും അഭിമന്യ പിതാക്കന്മാരെയും ഒക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം കൈമാറിയവരെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളെയും വചനം പ്രഘോഷിക്കാനും വചനം ശ്രവിക്കാനും നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ സമർപ്പിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കർത്താവിൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കാം. അവിടുത്തെ മുൻപിൽ തുറന്നു വയ്ക്കപ്പെടാത്തതായി ഹൃദയത്തിൻ്റെ ഒരു കോണ് പോലുമില്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ അസ്വസ്ഥതകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ പരാജയങ്ങൾ എല്ലാം ഈശോയുടെ മുൻപിൽ തുറന്നു വെച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തവും തിരുജലവും നമ്മുടെ തുറന്നു വയ്ക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ഓരോ ഭാഗത്തേക്കും ഒഴുകിയെത്താൻ, പ്രവഹിക്കപ്പെടാൻ, പെയ്തിറങ്ങാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഉച്ചത്തിൽ യേശുനാമം വിളിച്ച ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും കാണുകയും കേൾക്കുകയും അറിയുകയും ഞങ്ങൾ സ്വർഗരാജ്യത്തിൽ വലിയവരായി തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് കൽപ്പനകൾ ലംഘിക്കാനുള്ള എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതലും മോചനവും നൽകുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, പ്രാർത്ഥനയുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ ബുധനാഴ്ച കൂടുതൽ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. നിങ്ങൾക്കറിയാം, നാളെ ബുധനാഴ്ച
9 മണി മുതൽ 12 മണി വരെ ഈ ആലയം അടിച്ച് വൃത്തിയാക്കി കസേരയൊക്കെ നിരത്തുന്ന ശുശ്രൂഷ ചെയ്യുന്ന ദിവസമാണ്. സാധിക്കുന്ന എല്ലാവർക്കും അതിൽ വന്ന് പങ്കുചേരാവുന്നതാണ്. അതുപോലെ രാത്രി 7:30 ഉള്ള ജപമാല പ്രദക്ഷിണത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. വ്യാഴാഴ്ചത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി നേരത്തെ വന്ന് താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ബുധനാഴ്ച രാത്രിയിൽ വന്ന് ഇവിടെ നിൽക്കാവുന്നതാണ്. കുറച്ചു പേർക്ക് താമസിക്കാനുള്ള സൗകര്യം നമുക്ക് ആവിലയിലുണ്ട്. വളരെ ദൂരത്ത് നിന്ന് വ്യാഴാഴ്ച കാലത്ത് വീട്ടിൽ നിന്ന് പോന്നാൽ വ്യാഴാഴ്ച കാലത്ത് ശുശ്രൂഷയിൽ ഇവിടെ എത്താൻ പറ്റില്ല എന്ന വിധത്തിൽ ദൂരങ്ങളിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആ സൗകര്യം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ളവർക്ക് രാത്രി വന്ന് നിൽക്കാവുന്നതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.